കുഞ്ഞുനാൾ മുതൽ അവൾക്ക് ഒരു അസാധാരണ ആഗ്രഹം ഉണ്ടായിരുന്നു. താൻ പ്രാണനേക്കാൾ സ്നേഹിക്കുന്ന തൻ്റെ മണവാളന് തൻ്റെ ഹൃദയം നൽകണം. അതായത് അക്ഷരാർത്ഥത്തിൽ തൻ്റെ ഹൃദയം നേരിട്ട് തൻ്റെ മണവാളന് നൽകണം. മണവാളനുമായി നടത്തിയ സംഭാഷണങ്ങളിലെല്ലാം അവൾ ഇതേപ്പറ്റി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ അവളുടെ 23-ാം വയസ്സിൽ അവളുടെ നിരന്തരമായ അഭ്യർത്ഥന സാധിച്ചു കൊടുക്കുവാൻ ആ മണവാളൻ തിരുമനസ്സായി. 1370 അവൾ സിയന്നയിലെ വിശുദ്ധ കാതറിൻ തൻ്റെ മണവാളനായ യേശുവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു: നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ. അപ്പോൾ യേശു അവൾക്ക് മുന്നിൽ പ്രത്യക്ഷനാവുകയും അവളുടെ പാർശ്വം തുറന്ന് അവളുടെ ആഗ്രഹപ്രകാരം അവളുടെ ഹൃദയം പുറത്തെടുത്ത് ആ ഹൃദയവുമായി പോവുകയും ചെയ്തു. തുടർന്നുള്ള നാളുകളിൽ ഹൃദയമില്ലാതെ അവൾ ജീവിച്ചതായി അവളുടെ കുമ്പസാരക്കാരനും ജീവചരിത്രകാരനുമായ വാഴ്ത്തപ്പെട്ട റെയ്മണ്ട് ഓഫ് കാപ്പുവ രേഖപ്പെടുത്തുന്നു. തനിക്ക് നിലവിൽ ഹൃദയം ഇല്ലെന്ന വിശുദ്ധ കാതറിൻ്റെ വാക്കുകൾ ആ നാളുകളിൽ താൻ ചിരിച്ചു തള്ളിയിരുന്നതായും എന്നാൽ ക്രമേണ ലക്ഷണങ്ങളിൽ നിന്ന് സത്യം തനിക്ക് ബോധ്യപ്പെട്ടതായും വാഴ്ത്തപ്പെട്ട റെയ്മണ്ട് പങ്കുവയ്ക്കുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സ്വർഗീയ പ്രഭാപൂരിതനായി ക്രിസ്തു വിശുദ്ധ കാതറിന് മുന്നിൽ വീണ്ടും പ്രത്യക്ഷനാവുകയും രക്തവർണ്ണത്തിൽ ജ്വലിക്കുന്ന അഗ്നിയാൽ വിളങ്ങുന്ന ഒരു ഹൃദയം അവളുടെ പാർശ്വം തുറന്ന് അവളുടെ പഴയ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് വയ്ക്കുകയും ചെയ്തു. സ്വന്തം ഹൃദയം മണവാളൻ്റെ ഹൃദയവുമായി നേരിട്ട് കൈമാറിയതിൻ്റെ തിരുശേഷിപ്പായി കർത്താവ് തുറന്ന അവളുടെ പാർശ്വഭാഗത്ത് ഒരു മുറിപ്പാട് ശേഷിച്ചു. അവളോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്നവർ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തൻ്റെ മണവാളനായ യേശുവിന് തൻ്റെ ഹൃദയം നൽകണമെന്ന കാതറിൻ്റെ ആഗ്രഹം യേശു സഫലീകരിക്കുകയും പകരമായി തൻ്റേതുപോലെ ദിവ്യ സ്നേഹാഗ്നിയാൽ ജ്വലിക്കുന്ന ഒരു ഹൃദയം അവൾക്ക് നൽകുകയും ചെയ്തു.